ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടേതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെച്ച് നന്മ പ്രവർത്തികൾ ചെയ്ത് ഉണ്ണീശോയുടെ വരവിനായി നമുക്കൊരുങ്ങാം. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ട് തരും. ലൂക്ക 6:38. ഈ ക്രിസ്മസ് കാലത്ത് ഈ വചനം നമുക്ക് പ്രാവർത്തികമാക്കാം. ഒരു കൊച്ചു സ്കിറ്റിലൂടെ ഈ വചനം കൂട്ടുകാർക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. ഫ്രെഡ് മോൻ മിടുക്കനായ ഒരു കുട്ടിയാണ്. ക്രിസ്മസ് കാലമായപ്പോൾ അവൻ എന്നും സുഹൃത ജപം ചൊല്ലി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കും. പക്ഷേ അവന് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. അവൻ ആരുമായും ഒന്നും ഷെയർ ചെയ്യുമായിരുന്നില്ല. ഇത് ഉണ്ണീശോയെ ഒത്തിരി വേദനിപ്പിച്ചു. ഒരു ദിവസം ഉണ്ണീശോ അവന് പ്രത്യക്ഷപ്പെട്ടു. ഈ സമ്മാനപ്പൊതി അവന് നൽകി. എന്നിട്ട് പറഞ്ഞു, ഫ്രെഡ് മോൻ, ഇത് എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കണം കേട്ടോ. അതാർക്കും നൽകാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ഈ ഗിഫ്റ്റ് തരില്ല, ഇതെനിക്ക് ഉണ്ണീശോ തന്നതാ. ചേട്ടന് ഗിഫ്റ്റ് തരില്ല, ഉണ്ണീശോ ചേട്ടന് തന്നതാ. എന്റെ ഗിഫ്റ്റ് ചേർത്തായി പോയി ഉണ്ണീശോയെ, എന്റെ ഗിഫ്റ്റ് ചേർത്തായി പോയി. ഫ്രെഡ് മോൻ, എല്ലാവർക്കും അത് പങ്കുവെച്ചു കൊടുക്കൂ. ശരി ഉണ്ണീശോയെ, എല്ലാവർക്കും പങ്കുവയ്ക്കും. ഉണ്ണീശോ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും. അങ്ങനെ ഞാൻ ഉണ്ണീശോയ്ക്ക് ഇഷ്ടമുള്ള കുട്ടിയാവും. അണ്ണൻകുട്ടി, ഇന്ന ഗിഫ്റ്റ് നീ എടുത്തോ. പാഞ്ചിക്കുട്ട, എന്നാ ഗിഫ്റ്റ് നീ എടുത്തോ. കുട്ടി, ഈ ഗിഫ്റ്റ് കുട്ടി എടുത്തോ. പെട്ടെന്ന് അവന്റെ ഗിഫ്റ്റ് വലുതായി. എന്റെ ഗിഫ്റ്റ് വലുതായല്ലോ. ഞാൻ ഇനി എല്ലാവർക്കും പങ്കുവയ്ക്കും. സുഹൃത ജപം. എന്റെ ഈശോയെ പങ്കുവയ്ക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ഈശോയെ പങ്കുവയ്ക്കാൻ എന്നെ പഠിപ്പിക്കണമേ.